പരിപാഹിമാം ഹരേ എന്നുകൊണ്ടൊരു പദമുണ്ട്. പാഞ്ചാലി യുദ്ധം ഒഴിവാക്കാൻ പോകുന്ന ഭഗവാനെ കാണാൻ വരുന്ന രംഗം. എല്ലാ പാണ്ഡവരും പറയും യുദ്ധമൊന്നും വേണ്ട, നമുക്ക് സമാധാനം മതി. ഭഗവാൻ ദൂതിന് പോണ സമയത്ത് ദ്രൗപദിയാണ് ഭഗവാനെ വന്ന് കാണുന്നത്. ആ മനോഹരമായിട്ടുള്ള പദത്തിന്റെ ഒരു ഭാഗത്ത് പാഞ്ചാലി തന്റെ ഈ അഴിച്ചിട്ടുള്ള മുടി അത് മുന്നിലേക്കിട്ട് ഭഗവാനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്റെ കേശം ഇതൊന്നും നീ കാണും, ഈ കേശമാണെന്ന് പറയുന്നത്. എന്റെ കേശം കണ്ടിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ യുദ്ധം ചെയ്യണ്ട? ഇത് കണ്ടിട്ട് നീ പൊക്കം, ഇത് കണ്ടിട്ട് നിനക്ക് യുദ്ധം ചെയ്യണ്ടെന്ന് തോന്നുന്നെങ്കിൽ നീ വേണ്ട പോലെ ചെയ്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ഭഗവാന്റെ ആ ഏറ്റവും പ്രിയപ്പെട്ട അർത്ഥസാരഥിയായിട്ട് ഭഗവാൻ ഇരിക്കുന്ന ഈ ഭൂമിയിൽ ദ്രൗപദിയെ കൂടി സ്മരിക്കാതെ പോകുന്നത് അപരാധമാണ്. അങ്ങനെയുള്ള ആ ദ്രൗപദിയെ വസ്ത്രാക്ഷയം നടത്തുന്ന സമയത്ത് ദുശാസനം പിടിച്ചു വരികയാണ്. ഭീഷ്മരെ നോക്കിയും ധർമ്മപുത്രനെ നോക്കിയും കർമ്മനെ നോക്കിയും കരയുന്ന ആ പാവപ്പെട്ട പെൺകുട്ടി അവസാനം രണ്ടു കൈയും പൊക്കി വിളിച്ചൊരു വിളിയുണ്ട്. എന്താ വിളിച്ചത്? ഗുരുവായൂരപ്പാനാണോ, അമ്പലപ്പുഴ കണ്ണാനാണോ? അങ്ങനെ വിളിച്ചാലും ഭഗവാൻ കേൾക്കുമായിരുന്നു. പക്ഷെ വിളിച്ചത് ഗോവിന്ദ ദ്വാരകാവാസിൻ എന്നാണ്. ഭഗവാൻ വസ്ത്രം കൊടുത്ത കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ അവസാനിപ്പിക്കുന്നു ഈ ഒറ്റ ഭാഗം പറഞ്ഞുകൊണ്ട്. പിന്നീട് വനവാസകാലത്ത് ദ്രൗപദിയെ ഭഗവാൻ കാണാൻ വന്ന സമയത്ത് ദ്രൗപദി ഭഗവാനോട് കലഹിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ പഴക്കം. കൃഷ്ണ അന്ന് ഒരു സെക്കൻഡ് വൈകിയിരുന്നെങ്കിൽ, എന്റെ പ്രാർത്ഥന കേൾക്കാൻ ഒരു സെക്കൻഡ് അങ്ങ് വൈകിയിരുന്നെങ്കിൽ എന്റെ മാനം പോകായിരുന്നില്ലേ? ഭഗവാൻ എല്ലാത്തിനും ഈ തമാശയാക്കിയിരിക്കുന്ന പാരമ്പര്യം പണ്ടേ ഉള്ളതുകൊണ്ട് ഞാൻ കറക്റ്റ് സമയത്ത് വന്നില്ലേ, പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ആശംസിച്ചു. എന്നാലും പാഞ്ചാലിക്ക് പരിഭവം, എന്നാലും കുറച്ച് വൈകിയിരുന്നെങ്കിൽ, എന്തിന് ഇത്രയും സമയം എടുത്തു? ഞാൻ എത്ര വിളിച്ചു? ഈ രണ്ട് കൈയും പൊക്കി വിളിക്കുന്നവരെ കാത്തിരിക്കണമായിരുന്നു. ഭഗവാൻ പാഞ്ചാലിയോട് ചോദിച്ചൊരു ചോദ്യമാണ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടത്. ഭഗവാൻ പാഞ്ചാലിയോട് ചോദിച്ചപ്പോൾ നീ എന്നെ എന്താ വിളിച്ചത്? ഞാൻ എപ്പോഴും അങ്ങേ വിളിക്കാറുള്ളത് ഗോവിന്ദാന്നാണ്. പാഞ്ചാലി ഏറ്റവും കൂടുതൽ ഭഗവാനെ വിളിച്ചുള്ള ശബ്ദം ഗോവിന്ദ. ആ ഗോവിന്ദനായിട്ടുള്ള അങ്ങേ ഞാൻ സ്മരിച്ചല്ലോ. ഭഗവാൻ പറഞ്ഞു അതുകൊണ്ട് നിർത്തിയില്ലല്ലോ, ഒന്നുകൂടെ വിളിച്ചില്ല. ഞാൻ വിളിച്ചു അങ്ങ് ദ്വാരകാവാസിയല്ലേ ഭഗവാനെ, അതുകൊണ്ട് ഞാൻ ഗോവിന്ദ ദ്വാരകാവാസി എന്ന് വിളിച്ചു. ഭഗവാൻ തിരിച്ചു ചോദിച്ചു ഒറ്റ ചോദ്യമുള്ളൂ. ആ ചോദ്യം കൊണ്ട് നമ്മൾ പ്രഭാഷണം അവസാനിപ്പിക്കും. ദ്രൗപദിയുടെ മുഖത്ത് നോക്കി ഭഗവാൻ ചോദിച്ചു, ദ്രൗപദി ഞാൻ ദ്വാരകാവാസിയാണോ, ഞാൻ നിന്റെ ഹൃദയവാസിയല്ലേ ചോദിച്ചു. ഞാൻ ഇരിക്കുന്നത് ദ്വാരകയിലാണോ? നീ എന്നെ ദ്വാരകാവാസി എന്ന് വിളിച്ചതുകൊണ്ട് ഞാൻ സാരി തന്നു. ചിലപ്പോ നീ എന്നെ ഗോവിന്ദ ഹൃദയവാസി എന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ അവിടെ വന്ന് നിന്നേനെ. ഈ അമ്പലപ്പുഴ കണ്ണൻ ആത്യന്തികമായിട്ട് ഇരിക്കുന്നത് ഇവിടെയാണ്.